പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച തുടങ്ങാനിരുന്ന SSLC പരീക്ഷ മാറ്റിയിരിക്കുന്നു. 5, 6, 7 തീയതികളിൽ നടക്കാനിരുന്ന ഹയർ സെക്കൻഡറി പരീക്ഷകളും മാറ്റിവെച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കുകയുള്ളൂ. മധ്യ പൗരദേശത്ത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷാ നടത്തിപ്പ് ഒരു പ്രതിസന്ധിയിലാണ്. SSLC മാർച്ച് 5 പരീക്ഷയും ഹയർ സെക്കൻഡറി മാർച്ച് 5, 6, 7 തീയതികളിലെ പരീക്ഷയും മാറ്റിവെക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ഗോപാൽ ശീലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഗൾഫിൽ നിരവധി കുട്ടികളാണ് CBSE സിലബസിൽ പരീക്ഷ എഴുതാനിരിക്കുന്നത്. അവരുടെ പരീക്ഷ മാറ്റിയിരിക്കുന്നു. നേരത്തെ 2-ാം തീയതിക്ക് ശേഷം ആലോചിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ തീയതി പിന്നീട് അറിയിക്കാമെന്ന രൂപത്തിലേക്ക് മാറ്റുകയാണല്ലേ? സ്മൃതി, കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ SSLC സിലബസിൽ പഠിക്കുന്ന 631 വിദ്യാർത്ഥികളാണ് ഗൾഫിൽ പരീക്ഷ എഴുതാറുള്ളത്. ആ പരീക്ഷ എഴുതാനുള്ള വിദ്യാർത്ഥികളുടെ അസൗകര്യം പ്രമാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ പരീക്ഷകൾ മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്നത്. ആകെ മൊത്തം 7 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ആ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലും SSLC പരീക്ഷ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ 5-ാം തീയതി നടക്കാനിരിക്കുന്ന SSLC പരീക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൂടാതെ 5, 6, 7 തീയതികൾ നടക്കാനിരിക്കുന്ന 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയും ഇതിനോടകം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നുവെങ്കിലും ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗൾഫിലെ പരീക്ഷാ കോർഡിനേറ്റർ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് സംബന്ധിച്ച ഒരു ശുപാർശ നൽകിയിരുന്നു. കാരണം വലിയ സംഘർഷം നിലനിൽക്കുന്നു, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന പരാതികളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്ന ആവശ്യമാണ് പരീക്ഷാ കോർഡിനേറ്റർ മുന്നോട്ട് വെച്ചത്. അത് പ്രകാരം അത് പരിഗണിക്കുകയും അത് സംബന്ധിച്ച തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അപ്പോഴും 5-ാം തീയതിയിലെ മാത്രം പരീക്ഷ മാറ്റിയാൽ ഈ സംഘർഷം അവസാനിക്കുന്ന മുറയ്ക്ക് ബാക്കി പരീക്ഷകൾ നടത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അതിൽ ഒരു വ്യക്തമായ മറുപടിയില്ല. വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷം മാത്രമേ അത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ. അപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകുന്ന കാര്യം, ഒരു വിദ്യാർത്ഥിക്കും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല. എല്ലാ കുട്ടികളുടെയും എല്ലാ കുഞ്ഞുങ്ങളുടെയും ആവശ്യങ്ങളും സൗകര്യങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇത് സംബന്ധിച്ച തുടർ നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയുള്ളൂ എന്നും പരാതികളും പരിഭവങ്ങളും അപേക്ഷകളും സ്വീകരിക്കുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അധ്യക്ഷനായ ഒരു പ്രത്യേക സെൽ തന്നെ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നും അത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ പരാതികളും പരിഹരിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതുമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയത്. സ്മൃതി.